ഇന്നേ ദിവസം ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്തുവെന്നും ഞാനിനി ദൈവത്തിനു വേണ്ടി എന്തു ചെയ്യണമെന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ട ഒരു ദിവസമാണ് ഈ ദുഃഖവെള്ളിയാഴ്ച. കുരിശിൽ കിടക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചറിയണം. നമുക്കെല്ലാം കുരിശ് അറിയാം, എന്താണ് കുരിശെന്നറിയാം. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ കുരിശൊരു ആഭരണം പോലെ കരുതുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പല പല ചിഹ്നങ്ങളിൽ, ലോഗോകളിൽ കുരിശുണ്ടാവാം. നമ്മുടെ കാറുകളിൽ, വീടിൻ്റെ ഭിത്തിയിൽ കുരിശും ക്രൂശിത രൂപം തൂക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ കയ്യിൽ ജപമാലയിൽ ക്രൂശിത രൂപമുണ്ട്. നമ്മൾ ക്രൂശിത രൂപം കൊണ്ടു നടക്കുന്നവരായിരിക്കാം. പക്ഷേ ക്രൂശിത രൂപം നമുക്ക് സുരക്ഷയുടെ ഒരു അടയാളമാണ്, നമുക്ക് തിന്മയിൽ നിന്നുള്ളൊരു മോചനത്തിൻ്റെ അടയാളമാണ്. പക്ഷെ അതിലുപരി എത്രമാത്രമാണ് ആ കുരിശുമരവും ആ ക്രൂശിതനും കടന്നുപോയ പീഡാനുഭവവും അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനവും എത്രമാത്രമാണെന്ന് ഓരോ പ്രാവശ്യവും അത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം കുരിശുമരണത്തിൻ്റെ ഭീകരതയെക്കുറിച്ച്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ കർത്താവിനെ, തൻ്റെ പ്രിയപുത്രനെ ദൈവം കുരിശുമരണത്തിനായിട്ട് തന്നെ വിട്ടുകൊടുത്തത് എന്ന് ചോദിച്ചാൽ, ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും ഹീനകരമായതും ഏറ്റവും ക്രൂരവുമായ ഒരു ശിക്ഷാവിധിയായിരുന്നു കുരിശുമരണം. ഏറ്റവും ഹീനമായതും ഏറ്റവും ഷെയിംഫുള്ളുമായിട്ടുള്ളൊരു കാര്യം. ഒന്നാമത്തെ കാര്യം, കുരിശുമരണത്തോട് ചേർന്ന് ആ വ്യക്തിയെ വളരെ ബ്രൂട്ടലായിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആ സമയത്ത് ഉണ്ടായിരുന്ന രീതി അനുസരിച്ച് കുരിശുമരണത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവർ പൊതുവെ ആരായിരുന്നു? അടിമകളായിരുന്നു. അതായത് റോമൻ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന യഹൂദ അടിമകളെയാണ്, അല്ലെങ്കിൽ അവരുടെ അടിമകളെയാണ് ഒരു കുരിശുമരണ വിധിക്കായിട്ട് വിട്ടുകൊടുക്കാറ്. റോമ പൗരന്മാരായിട്ടുള്ള ആർക്കും ഒരിക്കലും അവർ കുരിശുമരണം വിധിക്കില്ല, അവരെ ശിരസ്സറുത്ത് കൊല്ലാനാണ് വിധിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലനെ ശിരസ്സറുത്ത് കൊന്നതും പത്രോസിനെ കുരിശിൽ തറച്ചതും. അതുപോലെ തന്നെ ഈശോയെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു. അതിനോട് ചേർന്നുണ്ടായ സ്കേർജിങ് അല്ലെങ്കിൽ ചമ്മട്ടി കൊണ്ട് അടിക്കാനായിട്ട് ഈശോ വിട്ടുകൊടുക്കുകയാണ്. ഈ ചമ്മട്ടി എന്ന് പറയുന്നത് വെറുതെ ഒരു വള്ളിയല്ല, അതിൻ്റെ അറ്റത്ത് ഇരുമ്പിൻ്റെ കഷ്ണങ്ങളുണ്ട്, മുറിച്ച് കെട്ടിച്ചേർത്ത എല്ലിൻ്റെ കഷ്ണങ്ങളുണ്ട്. അതൊക്കെ ചേർന്ന് വരിഞ്ഞു മുറുക്കി ദേഹത്ത് അവരാഞ്ഞടിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വെറുതെ നമ്മൾ പണ്ടൊക്കെ കുട്ടികളടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെറുത്ത് അടിച്ചിട്ട് പോരാനല്ല. ഈ സാധനങ്ങളെല്ലാം ദേഹത്ത് വരിഞ്ഞു മുറുക്കി പറിച്ചെടുക്കുമ്പോൾ അതിനോടൊപ്പം മാംസകഷ്ണങ്ങൾ പോലും പറഞ്ഞു പോന്നിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ചമ്മട്ടിയടി ഏൽക്കുന്ന സമയത്ത് അവരുടെ എല്ലുകൾ വരെ ഒന്നുകിൽ തെളിഞ്ഞു വരുമായിരുന്നു, അല്ലെങ്കിൽ ഈ വള്ളി വയറിൽ ചുറ്റിപ്പിടിച്ചിട്ട് അത് വലിച്ചെടുക്കുമ്പോഴത്തേക്കും വയറ് പുലർന്നു പോരുമായിരുന്നു. ഇത്ര കിരാതമായ രീതിയിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് കുരിശുമരണത്തിലേക്കുള്ള അവരുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തി കുരിശുമരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എത്രയേറെ പീഡ സഹിച്ചതിന് ശേഷമാണ് ആ കുരിശുമരണത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഓൾറെഡി ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകാൻ തുടങ്ങുന്ന സമയം വളരെ പൈശാചികമായിട്ട്, വളരെ ഹീനകരമായിട്ട് ആ വ്യക്തിയെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. അതിനുശേഷം കുരിശുമരണത്തിന് സാധാരണയായിട്ട് കുരിശിൻ്റെ നെടുകയുള്ള കുരിശിൻ്റെ തൂണ് നാട്ടിയിരിക്കും. അതിൻ്റെ ക്രോസ് ബീം, അതിൻ്റെ കുറുകെ കാണുന്ന ഭാഗം ചുമലിൽ വെച്ച് കെട്ടിയാണ് കുരിശുമരണത്തിന് കൊണ്ടുപോകുന്നത്. കുരിശിൽ തൻ്റെ ആ കുറുകെയുള്ള ഭാഗം ചുമലിൽ വെച്ച് കെട്ടി കുരിശുമരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കർത്താവ് മുഴുവൻ കുരിശും ചുമക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ കർത്താവിനെ അവർ മുഴുവൻ കുരിശും ചുമപ്പിച്ചിട്ടുണ്ടാവാം. കാരണം കർത്താവിനെ എത്രയധികം വേദനിപ്പിക്കാവോ പീഡിപ്പിക്കാവോ അത്രയധികം അവരതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു. പലരും ഈ കുരിശിൻ്റെ വഴി, കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട പലരും ഈ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കാറില്ല. അവർ വഴിക്ക് വെച്ച് തന്നെ മിക്കവാറും മരിച്ചു പോയേക്കുന്ന സാഹചര്യമായിരുന്നു. അതോടൊപ്പം കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ അവർ പിന്നെയും ചമ്മട്ടികൾ കൊണ്ട് അടിക്കും. അത്രയധികം വേദനിപ്പിക്കാവോ അത്രയധികം വേദനിപ്പിക്കും. ശാരീരികമായിട്ട് അത്രയേറെ വേദന സഹിച്ച് അവർ കുരിശിൽ കെട്ടിത്തൂക്കുമ്പോൾ, കർത്താവിനെ ആണികൾ കൊണ്ട് തറയ്ക്കുമ്പോൾ ശ്വാസം എടുക്കാൻ മേലാത്ത അവസ്ഥയാണ്. രണ്ട് തരത്തിലാണ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടവർ മരിക്കുന്നത്. ഒന്ന് അസ്ഫിക്സിയേഷൻ, ശ്വാസം മുട്ടി ശ്വാസകോശത്തിൽ ദ്രാവകം കെട്ടി മരിക്കും. രണ്ട്, രക്തം വാർന്ന് മരിക്കും. കാരണം ഓൾറെഡി ശരീരത്തിൽ നിറയെ മുറിപ്പാടുകളാണ്, ആഴത്തിൽ മാംസം പറിച്ചെടുത്ത രീതിയിലുള്ള മുറിപ്പാണ്. നമ്മുടെ ഒരു കയ്യിലൊരു മുള്ളു കൊള്ളുന്നതിൻ്റെ വേദന നമുക്കറിയാം. സ്റ്റിച്ചിടാൻ വലുപ്പത്തുള്ളൊരു മുറിവ് നമുക്കുണ്ടായാൽ നമുക്കറിയാം. ആഴത്തിൽ നമ്മുടെ കയ്യോ കാലോ ഒടിവോ ചതവോ വന്നാൽ അതിൻ്റെ ആഴത്തിലുള്ള വേദന നമുക്കറിയാം. അപ്പോൾ കർത്താവ് ഈ നിമിഷം കടന്നുപോയ വേദന എന്താണ് എന്നൊന്ന് നമ്മൾ ആദ്യം മനസ്സിൽ ഓർക്കണം. എന്നാലേ കർത്താവ് അത് എന്തിനു വേണ്ടി അത്ര സഹിച്ചു എന്നുള്ളൊരു അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ അന്തസത്ത മനസ്സിലാവുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ
ഈ കുരിശുമരണത്തിൽ തരിക്കപ്പെടുമ്പോൾ കാലുകളിൽ തറയ്ക്കപ്പെട്ടുന്ന ആണിയിൽ ആ കാൽപ്പടവനോട് ചേർത്ത് വെച്ചിരിക്കുന്ന മരക്കഷ്ണത്തിൽ ചവിട്ടി ഊന്നി നിന്നിട്ട് വേണം ശ്വാസം എടുക്കാൻ. എന്നാലേ ശ്വാസകോശം എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ വളരുകയും ശ്വസിക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയാണ് ഈ കുരിശുമരണം, ഈ കുരിശിന്റെ ശിക്ഷാവിധി നടക്കുന്നത്? ആരും കാണാത്ത ഏതെങ്കിലും ഒരു മൂലയിലല്ല. നമ്മൾ ഇന്നത്തെ ആ പീഡാസഹന ചരിത്രത്തിൽ വായിച്ചു കേട്ടു, പട്ടണത്തിന്റെ സമീപത്താണ്. ഇപ്പോൾ സമയം, കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയം ഏതാണ്? പെസഹ തിരുനാളാണ്. ആണ്ടുവട്ടത്തിലെ പെസഹ തിരുനാളാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള യഹൂദരും മറ്റനേകം വിജാതീയരും ഒക്കെ ഈ തിരുനാളിന് ഒന്നുകിൽ ഭക്തകാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ വാണിജ്യപരമായ ട്രേഡിന് ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാവരും വലിയ ജനാവലി ഒത്തുകൂടുന്ന ഏറ്റവും വലിയ സമയമാണ്. അപ്പോൾ എല്ലാവരും കാണത്തക്ക രീതിയിൽ പബ്ലിക്കായിട്ടുള്ളൊരു പ്ലേസിലാണ് ഈ കുരിശുമരണം നാട്ടുക. അതിനുശേഷം നമ്മൾ കർത്താവിൻ്റെ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ അരയിൽ നഗ്നത മറയ്ക്കാനായിട്ട് ഒരു അരക്കച്ച, ഒരു ടവലെല്ലാം കെട്ടിയിരിക്കുന്നത് കാണാം. പൊതുവെ കുരിശുമരണത്തിൽ തറയ്ക്കപ്പെടുന്നവർക്ക് ഒന്നും ഉണ്ടാവില്ല. അവരെ നഗ്നരായിട്ടാണ് കുരിശുമരത്തിൽ തറയ്ക്കുക. നഗ്നരായിട്ട് പൊതുജന മധ്യത്തിൽ അവരെ കുരിശിൽ തറച്ച് അവരെ നിന്ദിക്കുന്നു, ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. അവരെ ഏറ്റവും ശാരീരികമായ പീഡനം, മാനസികമായ പീഡനം. അതുകൊണ്ട് കുരിശുമരണത്തിന് ആരും സ്വയം ഏൽപ്പിച്ചു കൊടുക്കില്ല. എങ്ങനെ വേണേലും ഞങ്ങൾ മരിക്കാം, കുരിശുമരണം എന്ന ശിക്ഷ ഒരാളും ഏറ്റെടുക്കില്ല. വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ കൊന്നോളാൻ അവർ പറയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. സിസ്രോയും ജോസഫൂസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധരായ ചരിത്രകാരന്മാർ പറയുന്ന കാര്യമാണ്. കുരിശുമരണത്തിന് ആരും തയ്യാറാകില്ല. ഇത്രയേറെ ഹീനമാണ് കുരിശുമരണം, കുരിശിലെ ശിക്ഷാവധി. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു ശിക്ഷാവധി അനുവദിച്ചു? ദൈവത്തിന് ക്ഷമിച്ചാൽ പോരായിരുന്നു? അപ്പം നമ്മൾക്കറിയാം, ക്ഷയമുണ്ട്, നാണക്കേട്, വളരെ മ്ലേച്ഛമായ രീതിയിൽ എല്ലാവരും അധിക്ഷേപിക്കുന്നു. വഴിയെ പോകുന്നവരൊക്കെ നോക്കിക്കൊണ്ട് തെറി വിളിക്കുന്നു, പലതരത്തിലുള്ള മോശമായ വാക്കുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ ശാരീരികമായ വേദനകൾ, തന്നെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ, തന്നെ അറിയുന്നവരുടെ മുൻപിൽ താൻ താണം കെട്ട് ഇല്ലാതാകുന്ന അവസ്ഥ. ഇത് ലോകത്തിന് മുഴുവനും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്, ഇത് യഹൂദർക്ക് ഇടർച്ചയും ഗ്രീക്കുകാർക്ക് ഭോഷത്വവുമാണ്. യഹൂദർക്ക് ഇടർച്ചയുണ്ടാക്കുന്നതാണ് ക്രൂശിതൻ, കുരിശുമരം. യഹൂദർക്ക് ഇടർച്ചയാണെങ്കിൽ ഗ്രീക്കുകാർക്ക് ഇത് ഭോഷത്വമാണ്. എന്തുകൊണ്ടാണ്? നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മരത്തിന്മേൽ ഇതുപോലെ തൂങ്ങി മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഇംഗ്ലീഷിൽ പറയും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു ദ ജ്യൂസ്. ഇടർച്ചയുണ്ടാകും. ഒരിക്കലും കുരിശുമരണത്തിൽ നിങ്ങൾ ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? ക്രൂശിതനായവനെ കുറിച്ച്. അവൻ എങ്ങനെയാ മരിച്ചതെന്നാ പറഞ്ഞേ? കുരിശിൽ തൂങ്ങി മരിച്ചവൻ ഞങ്ങൾക്ക് ആരാണ്? ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. ഗ്രീക്കുകാർക്കും റോമാക്കാർക്കും എല്ലാം ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിയാണ്, അടിമയാണ് കുരിശിൽ തൂങ്ങി മരിക്കുന്നവൻ. രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവ് എന്ന് കർത്താവിനെ പറയുന്നവനെ നിങ്ങൾ എങ്ങനെ മരിച്ചു എന്നാ പറയുന്നത്? കുരിശിൽ തറയ്ക്കപ്പെട്ടു. അപ്പൊ അവൻ വെറും ഒരു അടിമയാണ്, അവൻ വെറും ഒരു ക്രിമിയനെ പോലെയാണ് ഞങ്ങൾക്ക്. അവനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിതനായ കർത്താവിനെയാണ്. അവൻ യഹൂദർക്ക് ഇടർച്ചയുണ്ടാക്കുന്നവനാണ്, ലോകത്തിന് മുൻപിൽ ഒരു ഭോഷത്വമാണ്. പക്ഷേ അവനിലാണ് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും അടങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പാടുപെടാൻ പോയത്? ദൈവം ഇത്ര പാടുപെടേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? കർത്താവിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാതെ ലോകത്തിനെ നോക്കി ഞാൻ ഈ ലോകത്തോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് ലോകത്തിനോട് ക്ഷമിച്ചു കൊടുത്താൽ പോരായിരുന്നു? ഇത്രയേറെ കിരാതമായ ഒരു വധശിക്ഷയ്ക്ക് സ്വപുത്രനെ വിട്ടുകൊടുക്കാൻ മാത്രം ക്രൂരനാണോ ദൈവം? ചോദിച്ചേക്കാം. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് ഈ കുരിശുമരത്തിൽ ഏറ്റെടുത്തത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അന്നും എന്നും എല്ലാം മുറിഞ്ഞ അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ്? പാപം വഴിയെ. അന്നുണ്ടായിരുന്നവർ ആദ്യകാലം തൊട്ടേ മനുഷ്യൻ പാപത്തിൽ ജീവിച്ചു. ഞാനും നിങ്ങളും എല്ലാം പാപത്തിൽ ജീവിക്കുന്നു. പാപത്തിന്റെ ഏറ്റവും അനന്തരമായ ഫലം ഏതാണ്? ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു നിൽക്കുന്ന വളരെ ശോചനീയമായ അവസ്ഥ. ദൈവവുമായിട്ടുള്ള ഉടമ്പടി മനുഷ്യൻ ലംഘിച്ചു. ആദ്യകാലത്ത് ആ ഉടമ്പടി ചെയ്തത് എങ്ങനെയായിരുന്നു? രക്തം തളിച്ച് ഉടമ്പടി ചെയ്യപ്പെട്ടതായിരുന്നു. രക്തം തളിച്ച് ചെയ്ത ഉടമ്പടി ലംഘിക്കപ്പെട്ടുവെങ്കിൽ അതിന് പരിഹാരം രക്തം ചിന്തി വേണം ചെയ്യാനായിട്ട്.
അത് ചെയ്യണമെങ്കിൽ കറയോ കളങ്കമോ കൂടാത്ത ഒരു ബലിയാട് വേണം. അത് ക്രിസ്തുവല്ലാതെ മറ്റാരിലുമില്ല. ഇവിടെ ക്രിസ്തുവിൽ നമ്മൾ കാണേണ്ട കാര്യം, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ കാര്യം, ഈശോയിൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ഉണ്ട്. ഹി ഈസ് ഫുള്ളി ഹ്യൂമൻ ആൻഡ് ഫുള്ളി ഡിവൈൻ. ഈശോയിൽ പൂർണ്ണമായ മനുഷ്യനും പൂർണ്ണ ദൈവവും ഉണ്ട്. മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടേണ്ടത് യാതൊരു കറയോ കളങ്കമോ ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കണം. കാരണം ഉടമ്പടി ലംഘിച്ചത് മനുഷ്യനാണ്. പക്ഷെ ഈ പാപത്തിന്റെ പ്രൈസ് പേ ചെയ്യാൻ, അല്ലെങ്കിൽ പാപത്തിന്റെ നുകം എടുത്തു മാറ്റാൻ അധികാരമുള്ളത് ആർക്കാണ്? ദൈവത്തിനാണ്. അപ്പോൾ ബലി അർപ്പിക്കപ്പെടേണ്ടത് മനുഷ്യനാണ്, പാപത്തിന്റെ നുകം എടുത്തു മാറ്റേണ്ടത് ദൈവമാണ്. അതിന്റെ രണ്ടിന്റെയും പൂർണ്ണതയുള്ളത് ആരിലാണ്? ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ബലിയർപ്പിക്കപ്പെടേണ്ടതായ ഒരു അനിവാര്യത വരുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലൊരു മനോഹരമായ ഒരു ഡയമണ്ട് ഉണ്ടെന്നിരിക്കട്ടെ. ഈ ഡയമണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ചെളിക്കുണ്ടിലേക്ക് വീണു. ദൈവം ദൂരെ നിന്ന് ക്ഷമിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും, ആ ഡയമണ്ടിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, അത് ആ ചെളി കിടപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, ആ ഡയമണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ കിടപ്പുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ദൈവം ദൂരെ നിന്ന് ക്ഷമിക്കുമ്പോൾ. പക്ഷെ അത് ആ ക്ഷമ ആ ഡയമണ്ടിന്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ആ ഡയമണ്ടിന് കുഴപ്പമില്ലല്ലോ, അത് സൂപ്പറാണ്, അതവിടെ കിടന്നോളും, ചെളി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, പിന്നെ അത് രക്ഷപ്പെട്ടോളൂ, ഒരു കുഴപ്പമില്ലാതെ ഞാൻ മനോഹരമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ ഡയമണ്ട് ചെളിക്കുണ്ടി തന്നെ കിടക്കുകയാണ്. ഞാൻ പറയുന്ന വാക്കുകൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചെളിയിൽ വീണാൽ ചതുപ്പിലോട്ട് താന്നു പോയിരിക്കട്ടെ, കുഴപ്പമില്ല, അത് അവിടെ കിടന്നോളും എന്ന് പറഞ്ഞ് തനിയെ കയറി വന്നോളും എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ വാക്കുകൾ ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഡയമണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. മനുഷ്യൻ പാപത്തിന്റെ ചെളിയിൽ താന്ന് ഏറ്റവും ആഴത്തിൽ പതിച്ചിരിക്കുന്ന സമയമാണ്, ഏറ്റവും ആഴത്തിലേക്ക് പോയ സമയമാണ്. അവിടെ മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട് ദൈവം മുകളിൽ നിന്ന് മനുഷ്യൻ ഏതവസ്ഥയിലേക്ക് അധപതിച്ചോ അത്രയും ആഴത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. അത്രയും ആഴത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യൻ കടന്നുപോയ അതേ അവസ്ഥയിലൂടെ എല്ലാം ദൈവത്തിന് കടന്നു പോകണം. ഞാൻ കടന്നുപോയ പാപത്തിന്റെ എല്ലാ അവസ്ഥയിലൂടെയും ദൈവത്തിന് കടന്നു പോകണം. പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അനുഭവിച്ച എല്ലാത്തിലൂടെയും കടന്നുപോയാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ ഓർക്കണം, എന്നെ ആ ചെളിക്കൊണ്ടിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ആ പാപത്തിന്റെ ഭീകരത, പാപത്തിന്റെ അവസ്ഥ, ശോചനീയമായ അവസ്ഥ അനുഭവിക്കേണ്ടി വന്നു കർത്താവിന്. അതുകൊണ്ടാണ് കർത്താവ് കുരിശുമരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. ആ കുരിശിൽ കർത്താവിനെ കാണുമ്പോൾ ഓർക്കണം, ആ കർത്താവിന്റെ ചുമലിൽ ലോകം മുഴുവന്റെ പാപഭാരമുണ്ട്. ഞാൻ കാണേണ്ടത് എൻ്റെ പാപഭാരമാണ്, നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ പാപഭാരമാണ്. ലോകം മുഴുവനെയും നോക്കുക, എത്ര ഭീകരമാണ് ലോകം അധപതിച്ച അവസ്ഥ. പാപം ലോകത്തിലുള്ള എല്ലാ അവസ്ഥയും കർത്താവ് ഏറ്റെടുക്കുകയാണ്. വലിയ വില കൊടുക്കണം, വിജയിക്കേണ്ട ഒരു യുദ്ധമാണിത്. അതുകൊണ്ട് ഇതിൽ അകപ്പെടുന്നവർക്ക് ഇതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകണം, ഫലമുണ്ടാകണം. കർത്താവ് വെറുതെ അവിടെ നിന്ന് പറഞ്ഞ് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കുന്ന എനിക്ക് അതെന്നെ ബാധിക്കുന്നില്ലെങ്കിൽ ഞാൻ രൂപാന്തരപ്പെടത്തില്ല. അവിടെ എൻ്റെ പാപത്തിൻ്റെ ഭീകരത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അതെനിക്ക് അനുഭവവേദ്യമാക്കി തരണം ദൈവത്തിന്. ഞാൻ എത്രമാത്രം പാപത്തിൽ അധപതിച്ചിട്ടുണ്ട്, എൻ്റെ പാപത്തിൻ്റെ ഭീകരത എത്രമാത്രമാണ്, എത്ര ശോചനീയമാണ് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് അനുഭവിച്ച ക്രൂശിതരം, കർത്താവിൻ്റെ കുരിശുമരണത്തിലേക്ക് നോക്കുക. നമ്മൾ അറിഞ്ഞു കുരിശിൻ്റെ മരണം എത്രമാത്രം ഹീനമാണ്, എത്രമാത്രം വളരെ ബ്രൂട്ടലാണ് എന്ന് നമ്മൾ കണ്ടു. അതാണ് എൻ്റെ പാപത്തിൻ്റെ ആഴം, അതാണ് എൻ്റെ പാപത്തിൻ്റെ ആഴം. അതെനിക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ എനിക്ക് ദൃശ്യമായ ഒരു കാര്യം വേണം. എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാൽ എനിക്കത് മനസ്സിലാവുകയുള്ളൂ. ദൈവം പറയണം നിന്റെ പാപം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ദൈവന്റെ പാപം ക്ഷമിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പാട്ടും പാടി പോകും. പക്ഷെ എനിക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ക്രിസ്തു കുരിശുമരണം ഏറ്റെടുത്തത്. അവിടെ ഞാൻ കാണുന്നത് എൻ്റെ പാപമാണ്. അവിടെ കാണുന്നത് ഇന്നസെന്റായ നിഷ്കളങ്കനായ ദൈവം എനിക്ക് വേണ്ടി സഹിക്കുകയാണ്. ഞാൻ സഹിക്കേണ്ടതാണത്. കുരിശുമരണം ഞാൻ എടുക്കേണ്ടതാണ്, കുരിശുമരം ഞാൻ ചുമക്കേണ്ടതാണ്. എൻ്റെ കൈകളിലാണ് ആണികൾ തറയ്ക്കപ്പെടേണ്ടത്, എൻ്റെ നെഞ്ചതാണ് കുത്തി തുറക്കപ്പെടേണ്ടത്, എൻ്റെ കാലുകളാണ് ആണിയാൽ തറയ്ക്കപ്പെടേണ്ടത്. മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രമാകേണ്ടത് ഞാനാണ്, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാനായിരിക്കുന്ന ആ പാപത്തിൻ്റെ ദുരവസ്ഥയിലേക്ക് ഈശോ ഇറങ്ങി വരികയാണ്. ദുരവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ വീണ്ടെടുത്ത്, ആ ഡയമണ്ട് ചെളിക്കുണ്ടിൽ നിന്ന് വീണെടുത്ത് മുകളിൽ കൊണ്ടുപോയി പോളിഷ് ചെയ്യുന്നത് പോലെ എന്നെ ആ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് വീണെടുക്കാൻ ഞാനായിരിക്കുന്ന പാപത്തിന്റെ ദുരവസ്ഥയിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്, ഈശോ ഇറങ്ങി വരികയാണ്. അതാണ് കുരിശുമരണം, അതാണ് കുരിശുമരണം. എന്നിട്ട് ദൈവം എന്നെ കരം പിടിച്ച് ഉയർത്താനുള്ള ദൈവത്തിന്റെ പരിശ്രമമാണത്.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. ദൈവത്തെ പോലും നമ്മൾ ഉപേക്ഷിക്കുന്ന അവസ്ഥ. അതാണ് പാപത്തിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥ, ദൈവ ഉപേക്ഷ, ഗോഡ് ഫോർസേക്കൺനെസ്. ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിലും ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയും ഇല്ലെന്ന് പറഞ്ഞ് ജീവിതത്തെ തന്നെ വെറുത്തു പോകുന്ന ജീവിത സാഹചര്യം, അതാണ് പാപം നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കുരിശുമരം എന്നുള്ളത് വെറും ഒരു പ്രഹസനമല്ല. ഞാൻ അനുഭവിക്കേണ്ടത് ദൈവം എനിക്ക് വേണ്ടി ഏറ്റെടുത്തതാണ്. ഓരോ പ്രാവശ്യം ഞാൻ പാപം ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ആ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് നിലവിളിക്കുന്നുണ്ട്. എങ്ങനെയാ? ഏലി ഏലി ലമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ളവരും അല്ലെങ്കിൽ ക്രിസ്തീയ കത്തോലിക്ക വിശ്വാസികളല്ലാത്തവരും പലപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്. കണ്ടോ, ആ ഒരു വാക്കോടുകൂടി മനസ്സിലായി ദൈവം ഉപേക്ഷിച്ചവനാണ് ക്രിസ്തുവെന്ന്. പലരും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ആ ഒരു വാക്കോടുകൂടി മനസ്സിലായി ദൈവം ഉപേക്ഷിച്ചവനാണ് ക്രിസ്തുവെന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് നമുക്ക് കൊണ്ടുവരുന്നത്. പ്രവചനങ്ങളുടെ പൂർത്തീകരണം നമ്മൾ ഇത് ഒത്തിരിയേറെ കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കാം. സങ്കീർത്തനം 22 വചനങ്ങളാണ് കർത്താവ് ഇവിടെ പറയുക. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പക്ഷേ ആ സങ്കീർത്തനം മുഴുവനും അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തണം. ഈ സങ്കീർത്തനം ഒരു പ്രവചനമാണ്. 22-ാം സങ്കീർത്തനം ഒരു പ്രവചനമാണ്. ദാവീദ് ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്നതല്ലേ സങ്കീർത്തനം. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നീ എന്നെ കേൾക്കുന്നില്ലേ? നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുക, എവിടെയാണ് ദാവീദിന്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായത്? എവിടെയാണ് മറ്റുള്ളവർ അധിക്ഷേപിച്ച് തുറച്ചു നോക്കിയിട്ടുള്ളത്? രക്തം വാർന്നത്, പിളർക്കപ്പെട്ടത് ദാവീദ് എവിടെയാണല്ല? ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് 22-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം എങ്ങനെയാണ് അവസാനിക്കുന്നത്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ വചനമാണ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ലോകം മുഴുവൻ ദൈവത്തിലേക്ക് മനസ്സ് തിരിയുന്ന പ്രവചനത്തിലാണ്. ലോകം മുഴുവനും ദൈവത്തിലേക്ക് തിരിയുന്നു. വിജാതീയരായിട്ടുള്ളവർ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നു. ഇത് നൈരാശ്യത്തിലാഴ്ന്ന ഒരുവന്റെ നിലവിളിയല്ല, മറിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവ് നടത്തുന്ന പ്രവചനത്തിന്റെ പൂർത്തിയാക്കുന്ന പ്രവചനത്തിന്റെ തുടക്കമാണ്. ഇന്നു മുതൽ ദൈവത്തിലേക്ക് ആളുകൾ തിരിയാൻ തുടങ്ങും. ഇന്നു മുതൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കും. സത്യദൈവത്തെ അവർ തിരിച്ചറിയും. ഇത് അവസാനിക്കുന്ന, ഈ സങ്കീർത്തനം അവസാനിക്കുന്ന പറയുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ അഹങ്കാരികളായിട്ടുള്ളവരും ലോകത്തിലുള്ള നാനാജാതി ജനങ്ങളും ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, കർത്താവ് കുരിശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ നമ്മൾ ഓർക്കരുത് കർത്താവ് പ്രതീക്ഷയെല്ലാം കൈവിട്ടിട്ട് യാതൊരു ജീവിത സാഹചര്യവും കാണാതെ കർത്താവ് അവിടെ കിടന്ന് നിലവിളിക്കുകയാണെന്നല്ല. കർത്താവ് പ്രവചന പൂർത്തീകരണത്തിന്റെ ആദ്യ പടി ചെയ്യുകയാണ്. അവിടെ ആദ്യം കർത്താവിന്റെ നിലവിളി കേട്ടിട്ട് താഴെ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, കർത്താവിനെ പീഡിപ്പിക്കുന്ന ശതാധിപൻ, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. വിജാതീയൻ അവിടെ മാനസാന്തരപ്പെടുകയാണ്. കർത്താവിന്റെ കുരിശിലെ നിലവിളി കേട്ടിട്ട് അത് രോദനമല്ല, അത് നിരാശയല്ലെന്ന് മനസ്സിലാക്കി അവൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണെന്ന് മനസ്സിലാക്കി ശതാധിപൻ പറയുകയാണ്, അവൻ അവിടെ ദൈവത്തെ കണ്ടെത്തുന്നു. ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാത്ത ഏക സന്ദർഭം ഇതാണ്. ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാത്ത ഏക സന്ദർഭം ഇതാണ്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുകയാണ്. പിതാവേ എന്ന് വിളിക്കുന്നില്ല, എൻ്റെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ഗത്സമൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? പിതാവേ, ആബാ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ. ചങ്ക് തുറക്കുന്നൊരു പ്രാർത്ഥനയാണത്. പലപ്പോഴും ഈശോയുടെ ഈ പ്രാർത്ഥനയാണ് ഇന്നത്തെ ദിവസങ്ങളിലും ഈ വിശുദ്ധ വാരത്തിലൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. എന്താണ് ഈ പ്രാർത്ഥനയുടെ ആഴം? ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥന. പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്ന അവിടെയാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥന. ആബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവുമായിട്ടുള്ള ദൈവത്തിന്റെ, ഈശോയുടെ ബന്ധം, ആഴമേറിയ ബന്ധം അവിടെ വെളിപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ. ഇതാണ് എൻ്റെ അവസ്ഥ. ആത്മാർത്ഥമായ ഓണസ്റ്റി, ആത്മാർത്ഥതയോടെ ചങ്കു തുറന്ന് തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയുകയാണ്, ദൈവം എനിക്ക് പറയാനുള്ളത് ഇതാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ. വരാനിരിക്കുന്നതിൻ്റെ ഭീകരത, ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നതിൻ്റെ ഭീകരത എനിക്കറിയാം, ദുരവസ്ഥ എനിക്കറിയാം, എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിക്കുമ്പോൾ ചങ്ക് തുറന്ന് ദൈവത്തോട് പറ. നിന്റെ ഉള്ളിൽ എന്താണോ അത് ദൈവത്തോട് പറ. ദൈവത്തെ സോപ്പിടാനല്ല നോക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ചങ്ക് തുറന്നുള്ളൊരു വിളിയാണ്.
നിന്റെ ഉള്ളിൽ എന്തുണ്ടോ അത് ദൈവത്തോട് പങ്കുവയ്ക്കുക. കർത്താവ് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ചെയ്തതാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഹൃദയം നിലവിളിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു, നിന്റെ ഹിതം പോലെ നടക്കട്ടെ. പക്ഷെ ഇവിടെ കർത്താവ് നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പാപത്തിന് 3 പരിണിത ഫലങ്ങളുണ്ട്. ഒന്ന് ശാരീരികമായ പരിണിത ഫലം, കർത്താവ് അത് അനുഭവിക്കുന്നുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെട്ടത് വഴി ശരീരത്തിൽ വേദന ഏറ്റെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പരിണിത ഫലം മാനസികമാണ്, മാനസിക വ്യഥയാണ്, മെന്റൽ ആഗണി. അത് കർത്താവ് സഹിക്കുന്നത് ഗത്സമൻ തോട്ടത്തിലാണ്. മൂന്നാമത്തെ ദുരവസ്ഥ, പാപത്തിന്റെ ദുരവസ്ഥ ഏകാന്തതയാണ്, ശൂന്യതയാണ്. ജീവിതത്തിൽ ഇനിയൊന്നും മിച്ചമില്ല, ജീവിതം നശിച്ചു അല്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷം ആത്മാവിൻ്റെ വ്യഥ. അതാണ് കർത്താവ് ഇവിടെ വിളിക്കുന്നത്, എൻ്റെ ദൈവമേ. അത് ദൈവത്തിൻ്റെ, ഈശോയുടെ വിളിയല്ല, അത് എൻ്റെയും നിങ്ങളുടെയും നിലവിളിയാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് വിളിക്കുക. ഇവിടെ ദൈവം എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്, നരകത്തിൻ്റെ പടിവക്കോളം എത്തി നിൽക്കുകയാണ്. കാരണം എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ അവസ്ഥ കർത്താവ് മനസ്സിലാക്കുമ്പോൾ എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കിയാണ്. ദൈവ ഉപേക്ഷയുടെ വക്കോളം എത്തിയിരിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ അവസ്ഥ. കർത്താവ് അവിടെ അതിൻ്റെ ആ ഒരു അന്ധകാരം കാണുന്നുണ്ട്. കർത്താവിൻ്റെ കണ്ണുകളിൽ ഇരുട്ടാണ്, ആത്മാവിൽ ഏകാന്തതയാണ്. അവിടെ എൻ്റെ ദുരവസ്ഥ ഈശോ മനസ്സിലാക്കുന്നു. നമ്മൾ വായിച്ചു കേട്ടു ഹെബ്രായർ ലേഖനത്തിൽ, നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയുന്ന ഒരു പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത്. എന്നോടൊത്ത് സഹതപിക്കാൻ കഴിയും. എൻ്റെ പാപത്തിൻ്റെ ദുരവസ്ഥ ഈശോ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എത്രമാത്രം പാപത്തിൽ, എന്തുമാത്രം ദുരവസ്ഥയിലാണ് എൻ്റെ ആത്മാവ് ഇപ്പോൾ. ഞാൻ ദൈവത്തിൽ എത്രമാത്രം മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഞാൻ ഇപ്പൊ കൈവിട്ടു പോകും എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം എൻ്റെ ജീവിതം. എനിക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പാപത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം പെനാൽറ്റി അതാണ്, ദൈവവുമായിട്ട് മുറിയപ്പെട്ട ജീവിതാവസ്ഥ. അത് കഴിഞ്ഞ ശേഷം വേറെ ഒന്നുമില്ല, അന്ധകാരമാണ്, അതിനുശേഷം ശൂന്യതയാണ്. അപ്പോൾ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ഈ നിലവിളി ഞാൻ ദൈവത്തെ നോക്കി നിലവിളിക്കേണ്ട നിലവിളിയാണ്. ഇത് നിരാശയുടെ നിലവിളിയല്ല, മറിച്ച് നിരാശപ്പെടുന്ന, ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത ആരും ദൈവത്തെ വിളിക്കില്ല. ദൈവത്തിൽ പ്രത്യാശയുള്ളവനാണ് ദൈവത്തെ വിളിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കുക, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഈ വിളിക്കുമ്പോൾ അവിടെ ലോകത്തിലുള്ള എല്ലാവരുടെയും പാപത്തിൻ്റെ അവസ്ഥയാണ്. കർത്താവിനും താങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ കർത്താവിനെ അത്രയേറെ ബുദ്ധിമുട്ടിക്കുന്ന, വ്യസനത്തിൽ ആഴ്ത്തുന്ന ദുരവസ്ഥ, അത്ര അന്ധകാരം നിറഞ്ഞതാണ് ലോകം മുഴുവനുമുള്ള. ഇത് അന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, ലോകാവസാനം വരെയുള്ള എല്ലാവരുടെയും പാപം കർത്താവ് ഒരുമിച്ചാണ് ഏറ്റെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്താവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇതാണ് കുരിശുമരണത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭീകരത. കുരിശിനെ വെറും ആഭരണമായിട്ടോ അടയാളമായിട്ടോ അല്ല കാണേണ്ടത്. ക്രൂശിതനെ നോക്കുമ്പോൾ ഞാൻ അറിയണം, കർത്താവ് പീഡ സഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? കർത്താവ് നിലവിളിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ ആത്മാവിൻ്റെ രോദനമാണ് കർത്താവിൻ്റെ വായിലൂടെ പുറത്തു വന്നത്. എൻ്റെ ശോചനീയമായ അവസ്ഥ. ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ഓർക്കണം, കുരിശിലെ ക്രിസ്തുവിനെ കാണുമ്പോൾ അവിടെ ഞാൻ എന്നെ കാണണം. ആ കുരിശു മരത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണേണ്ടത് എന്നെയാണ്. ഓരോ പ്രാവശ്യവും ലോകത്തിൻ്റെ പിറകെ ഞാൻ പോകുമ്പോൾ, ഞാൻ ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ കൈകളിൽ വീണ്ടും വീണ്ടും ആണി തറയ്ക്കുകയാണ്. ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ ശരീരത്തിൽ ഞാൻ കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടി, ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി ബലിയായപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ കർത്താവിനെ നിന്ദിക്കുകയാണ്. കുരിശിൽ കിടന്നവനെ ഞാൻ നിന്ദിക്കുകയാണ്. എൻ്റെ ചങ്കിനകത്ത്, എൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകണം ആ ക്രൂശിത രൂപം. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ കിടക്കുന്നത്? അവിടെ അവന് വേണ്ടിയിട്ടാണോ? അല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അറിഞ്ഞുകൊണ്ട് എന്നിട്ട് എങ്ങനെ എനിക്ക് പാപം ചെയ്യാൻ പറ്റും? എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടും ഇന്നും ദൈവത്തെ നമ്മൾ വിചാരണ ചെയ്യുന്നുണ്ട്. ദൈവം എവിടെ പോയി കിടക്കുകയാണ്? ഈ ലോകത്തിൽ തിന്മ ഭരിക്കുന്ന ദൈവത്തിന് കാണുന്നില്ലേ? ദൈവത്തെ നമ്മൾ വീണ്ടും വീണ്ടും വിചാരണ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ പാപത്തിൻ്റെ ഭാരവും എന്ന് പറഞ്ഞ് ഞാൻ തിന്മയിൽ തുടരണം എന്നല്ല. അന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഇതേ ചോദ്യം, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. ഇന്ന് സഭയെ നോക്കി ലോകം വിളിച്ചു പറയുന്നുണ്ട്, ക്രിസ്തു ദൈവമാണെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. വചനപ്രഘോഷകരെ നോക്കി, വൈദികരെ നോക്കി, വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ നോക്കി, പ്രാർത്ഥിക്കുന്നവരെ നോക്കി
കർത്താവ് അനുഭവിച്ച അതേ പ്രലോഭനം ലോകം ഇന്നും എന്നും ചോദിക്കുന്നുണ്ട്. ലോകത്തെ സുഖമാക്ക്, ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ വൈദികരാണെങ്കിൽ, നിങ്ങൾ വചനപ്രഘോഷകരാണെങ്കിൽ ലോകത്തെ വെടിപ്പാക്ക്. കർത്താവ് നേരിട്ട് അതേ പ്രലോഭനമാണ്. നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ നിലവിളിക്ക് ദൈവം നൽകിയ ഉത്തരമാണ് ഈ കുരിശ്. അതിനാഴം നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണ് ദൈവം ഉത്തരം നൽകിയത്? കുരിശിലൂടെ ആ തിരശ്ശീല കീറിപ്പോകുന്നത് നമുക്ക് കാണാം. മുകൾ മുതൽ താഴം വരെ തിരശ്ശീല കീറി. അപ്പുറത്തും ഇപ്പുറത്തും എന്താണെന്ന് അറിയാതെ നിന്നിരുന്ന ദൈവ മനുഷ്യ ബന്ധം വീണ്ടും തിരശ്ശീല വിട്ട് പുറത്തു വരികയാണ്. അവിടെ ദൈവവും മനുഷ്യനും വീണ്ടും ഒന്നിച്ചു ചേരുന്നു. കർത്താവിന്റെ നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുത്തത് എങ്ങനെയാ? ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ടാണ്. ഞാനും ഈശോയെ നോക്കി, കർത്താവിനെ നോക്കി, ദൈവത്തെ നോക്കി നിലവിളിക്കുന്നുണ്ടാവാം, എൻ്റെ ദൈവമേ നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്നെ നോക്കി ദൈവം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ നോക്ക്. അവനെ ഉയർപ്പിച്ചതുപോലെ നാളെ നിന്റെ ജീവനെയും ഞാൻ ഉയർപ്പിക്കും. ഇവിടെ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഞാനാകും കുരിശിന്മേൽ ഞാന്ന് കിടക്കുന്നു ഞാൻ, എന്നിട്ടും ഞാൻ ക്രിസ്തുവാകുന്നില്ലല്ലോ. ബോബി അച്ഛൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വൃക്ഷങ്ങൾക്ക് നമ്മോട് പരാതിയുണ്ട്. കാരണം എൻ്റെ പല ജില്ലകൾ വെട്ടി നിങ്ങൾ കുരിശുണ്ടാക്കി, എന്നിട്ടും നീ എന്തിയെ ഇതുവരെ ക്രിസ്തുവാകാത്തെ? ഈ ദുഃഖവെള്ളിയാഴ്ച നല്ല വെള്ളിയാണ്. കാരണം സ്നേഹം ക്രൂശിക്കപ്പെട്ട് എനിക്ക് ജീവൻ തന്ന ദിവസമാണിന്ന്. ഞാൻ എന്നെ നോക്കി ചോദിക്കണം, എനിക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടിട്ട് ഞാൻ എന്താ നന്നാവാത്തേ? എനിക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും എങ്ങനെയാ എനിക്ക് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാൻ തോന്നുന്നേ? ഞാൻ ഓരോ പ്രാവശ്യവും വാക്കുകൊണ്ട് പാപം ചെയ്യുമ്പോൾ പടയാളികളെ പോലെ ഞാനും അവൻ്റെ മുഖത്ത് തുപ്പുന്നുണ്ട്. ഞാൻ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ക്രൂരമായ ചമ്മട്ടി കൊണ്ട് ഞാൻ അവൻ്റെ മാംസക്കഷ്ണങ്ങൾ അടിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വിശുദ്ധിക്കെതിരെ പാപം ചെയ്യുമ്പോൾ അവൻ്റെ കൈകാലുകളിൽ ഞാൻ ആണി വീണ്ടും വീണ്ടും ആഞ്ഞടിച്ച് കയറ്റുന്നുണ്ട്. എൻ്റെ രക്ഷയ്ക്കെതിരായിട്ടുള്ള പാപം ഞാൻ ചെയ്യുമ്പോൾ അവൻ്റെ പാർശ്വം ഞാൻ ഇപ്പോഴും കുന്തത്താൽ കുത്തി തുറക്കുന്നുണ്ട്. ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. ഇതാണ് കുരിശു മരണം. ഇതാണ് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ അനുഭവിക്കേണ്ടത് ദൈവം എനിക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടും ദൈവം എനിക്ക് വേണ്ടി സഹിച്ചിട്ടും എന്തുകൊണ്ട് ഞാനത് മനസ്സിലാക്കുന്നില്ല? നീ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ, നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ, നിന്റെ മുറിവുകളിൽ നിനക്ക് സൗഖ്യം കിട്ടുന്നില്ലെന്ന് തോന്നുമ്പോൾ, ജീവിതത്തെക്കുറിച്ച് പ്രത്യാശിക്കാൻ വകയില്ലെന്ന് തോന്നുമ്പോൾ, ജീവിതം നഷ്ടമായി പോയെന്ന് തോന്നുമ്പോൾ കുരിശിലേക്ക് നോക്ക്. ക്രൂശിതനെ നീ നോക്ക്. ലോകം നിനക്ക് പ്രലോഭനങ്ങൾ തരുമ്പോൾ, കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ചപ്പോൾ, ചങ്ക് പിടഞ്ഞ വേദനയിൽ നീ കിടന്ന് ദൈവത്തെ ശപിക്കുവാനായിട്ട് വാ തുറക്കുമ്പോൾ കർത്താവിനെ നോക്ക്. എൻ്റെ നിലവിളി എനിക്ക് വേണ്ടി അവനവിടെ ഉയർത്തിക്കഴിഞ്ഞു. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഒരിക്കൽ ഒരു വേശ്യയിൽ ഭ്രമിച്ചു പോയ ഒരു ആചാര്യൻ അവളെ കാണാനായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ പോകുന്നുണ്ട്. ഒരു നദി മുറിച്ചു കടന്നപ്പോൾ ഒരു വഞ്ചിയിൽ കയറി കിട്ടിയ കോലുകൊണ്ട് ആഞ്ഞു തുഴഞ്ഞു. അപ്പുറത്തെപ്പോഴാണ് മനസ്സിലായത് ആ വഞ്ചിയല്ലായിരുന്നു, പുഴയ്ക്കടിഞ്ഞ ഒരു മൃതദേഹമായിരുന്നു. ആ വേശ്യയുടെ കുടിലിലേക്ക് വള്ളിയിൽ പിടിച്ച് കയറിയപ്പോൾ ആ വ്യക്തി അറിഞ്ഞില്ല അതൊരു പാമ്പായിരുന്നെന്ന്. അത്രയേറെ പാരവശ്യത്തോടെ അവളുടെ മുന്നിലെത്തിയപ്പോൾ അവൾ ആ ആചാര്യനെ നോക്കി ചോദിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് ഈ രാത്രിയിൽ നീ എത്താൻ കാണിച്ച ഈ ഒരു തീക്ഷ്ണതയുടെ 10,000-1 നീ ദൈവത്തോട് കാണിച്ചിരുന്നെങ്കിൽ എത്ര പണ്ടേ നീ പറുദീസായിലെത്തിയനെ. കുരിശിൽ കടന്നുകൊണ്ട് എന്നെയും നിന്നെയും നോക്കി കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ ദാഹം? ഞാൻ കൊടുക്കേണ്ട സ്നേഹമാണ്. ലോകത്തിൻ്റെ പിറകെ തീക്ഷ്ണതയോടെ പരവേശത്തോടെ ഞാൻ പായുമ്പോൾ അതിന് 100-1 പരവേശം ദൈവത്തോട് ഞാൻ കാണിച്ചിരുന്നെങ്കിൽ, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കാനായിട്ട്, എൻ്റെ ജഡിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ, ശരീരത്തിനും മനസ്സിനും സുഖം കൊടുക്കുവാനായിട്ട് ഞാൻ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, ഞാൻ കാണിക്കുന്ന ഡെഡിക്കേഷൻ, തീക്ഷ്ണത, അതിൻ്റെ 100-1 ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. അതാണ് കർത്താവ് എന്നോട് കുരിശിൽ കിടന്നുകൊണ്ട് എന്നെ നോക്കി പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. എല്ലാത്തിനും ശേഷം പിതാവേ എന്ന് വീണ്ടും വിളിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ ജീവൻ വെടിയുന്നത്. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ആ പിതാവേ എന്ന് എന്നെ വിളിക്കാൻ പഠിപ്പിച്ചവനാണ് എന്നെനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. മെഡിക്കൽ കോളേജിൽ വെച്ച് തൻ്റെ മകൻ തൻ്റെ നെഞ്ചത്ത് കിടക്കാതെ ഉറങ്ങുകയില്ലെന്നറിഞ്ഞ ഒരു പിതാവ് ICUവിൽ കിടക്കുന്ന മകൻ്റെ ഭിത്തിക്ക് പുറത്ത് ചങ്ക് ചേർത്ത് പിടിച്ച് കരം വിരിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്, തൻ്റെ കുട്ടി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടി. ഈശോ കുരിശിൽ കിടന്ന് വിളിച്ചപ്പോഴും
പിതാവ് തൻ്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനും വിളിക്കുമ്പോൾ ഓർക്കണം, എൻ്റെ പിതാവ് എന്നിൽ നിന്നും ദൂരെയല്ല, അവനെന്നെ ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് എന്നെ പിടിച്ചിട്ടുണ്ട്. ഈ ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ അതിൻ്റെ ഭീകരത, അതിൻ്റെ യാഥാർത്ഥ്യം. സ്നേഹം എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ എൻ്റെ പാപങ്ങളാണ് ഏറ്റെടുത്തത്. എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ അടിയേറ്റത്. ഞാൻ ചിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ കരഞ്ഞത്. ഞാൻ ആരോഗ്യമായിട്ടിരിക്കാനാണ് അവൻ പീഡയേറ്റത്, രക്തം വാർന്നത്. ആ ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ ഓർക്കുക, ഞാൻ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ്.